ഒരു വമ്പൻ കല്യാണം 6000 പേര് പങ്കെടുത്ത ഒരു അടിപൊളി കല്യാണത്തിന്റെ വീഡിയോ ആണ്. ഹാർപ്പിസ്റ്റും റഷ്യയിൽ നിന്നുള്ള പെർഫോമേഴ്സും ലൈവ് പിസയുടെ കൗണ്ടറും രഞ്ജിനി ഹരിദാസ് ഹോസ്റ്റ് ചെയ്ത് റിമി ടോമിയും വിധു പ്രതാപും അടിച്ച് പൊളിച്ചൊരു അടിപൊളി കല്യാണത്തിന്റെ വീഡിയോ. കൂടെ കുറെ കിഡിലൻ ഫുഡുകളും. അപ്പോൾ എന്നെ ചെറുക്കന്റെ പെണ്ണിന്റെ ഭാഗത്തു നിന്ന് വിളിച്ചിട്ട് പോയതല്ല കേട്ടോ. 6000 പേരെ കല്യാണം നടക്കുന്നുണ്ട്, വരുന്നുണ്ട് എന്ന് ചാലക്കുടിയിലുള്ള പേരപ്പാടൻസ് ഫുഡ് കോർട്ട് കാറ്ററേഴ്സ് ചോദിച്ചു. അപ്പോൾ എന്തായാലും പോയേക്കാം എന്ന് വിചാരിച്ചാണ് ചെന്നത്. ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ റഷ്യൻ സുന്ദരിമാർ ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുവാണ് വരുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട്. ഇവർ മാത്രമല്ല കേട്ടോ, ഹാർപ്പ് എന്നൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഈ കാണുന്നത്. ഇത് വായിക്കുന്ന ആളെ പറയുന്നത് ഹാർപ്പിസ്റ്റ് എന്നാണ്. സംഗതി ആള് റഷ്യക്കാരിയാണ്. ഇവർ ആദ്യം കണ്ട ഡാൻസേഴ്സും ഇവരും റഷ്യയിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം കണ്ടിട്ടില്ല കേട്ടോ. സംഗതി ഇതിൻ്റെ പേര് പോലും എനിക്കറിയില്ലായിരുന്നു. അവിടെ ചെന്നേ പിന്നെയാണ് ഞാൻ ആദ്യമായിട്ട് സംഭവം കാണുന്നതും ഇത് പ്ലേ ചെയ്യുന്നതും കേൾക്കുന്നത്. സംഗതി അടിപൊളിയായിരുന്നു. ഏതായാലും അതിനുശേഷം ഡ്രിങ്ക്സ് അത് സെർവ് ചെയ്യാനായിട്ട് 5-6 ലേഡീസ് ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. അതുപോലെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ലൈവ് സ്നാക്സ്, പല ടൈപ്പ് ബർഗേഴ്സും സാൻഡ്വിച്ചും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇതെല്ലാം ലൈവായിട്ട് ബേക്ക് ചെയ്താണ് കൊടുക്കുന്നത്. സംഗതി നമ്മളവിടെ ചെന്ന് നിന്ന് കഴിയുമ്പോൾ എല്ലാം ബേക്ക് ചെയ്യണം, അവിടെ കാണാൻ പറ്റും. സാൻഡ്വിച്ചൊക്കെ എല്ലാം ചെറിയ കുട്ടി സാൻഡ്വിച്ചുകളൊക്കെയാണ്. ഈ ഒരു ബ്രെഡ് ഐറ്റംസ് ഒക്കെ ബേക്ക് ചെയ്യണോ, അതിൻ്റെ കൂടെ തന്നെ വേറൊരു ലൈവ് പിസയുടെ കൗണ്ടറും ഉണ്ട്. ചുമ്മാ സാധാ ബേസ് ബ്രെഡിൽ ചീസും സോസൊക്കെ തേച്ച് തരുന്നതല്ല, ലൈവായിട്ട് ഓവൻ കൊണ്ടുവന്ന് വെച്ച് അതിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല ഫ്രഷ് പിസ്സ. ഇത് പല ടൈപ്പ് ഉണ്ടായിരുന്നു, ഒരു 5-6 ടൈപ്പ് വെറൈറ്റി പിസ്സാസ് ഉണ്ടായിരുന്നു. എല്ലാം ഫ്രണ്ടിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും ആളുകൾക്ക് ചൂസ് ചെയ്തെടുക്കാൻ പാകത്തിന്. ഞാൻ കുറേ നേരം പിസ്സ ഉണ്ടാക്കുന്നതൊക്കെ നോക്കി ഒരു പിസ്സയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇവിടെ സ്നാക്സിൻ്റെ സൈഡിൽ പല ടൈപ്പ് മലബാർ സ്നാക്കുകൾ, അതായത് ഏലാഞ്ചി, ഉന്നക്കായ, പിന്നെ സമൂസ ഉണ്ടായിരുന്നു, അതുപോലെ സ്പ്രിംഗ് റോള്. പിന്നെ പോയത് നമ്മുടെ മെയിൻ കലവറയിലേക്കാണ്. സംഗതി അവിടെ 15 ചെമ്പിൽ തലശ്ശേരി ദം ബിരിയാണി, അതായത് നമ്മുടെ ഫുഡ് കോർട്ട് കാറ്റേഴ്സിൻ്റെ സ്പെഷ്യൽ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ദം ചെയ്യണ കണ്ടു. ഏകദേശം ഒരു 9 ചെമ്പ് ഇപ്പം തന്നെ റെഡി ആയിട്ട് ദം ചെയ്ത് സെറ്റായിട്ട് പൊട്ടിക്കാൻ റെഡി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എല്ലാം പൊട്ടിച്ച് ഒരേ സമയത്ത് കയറി പോകേണ്ട ആവശ്യമില്ലല്ലോ, തിരിഞ്ഞതിനനുസരിച്ച് പോയാൽ മതി. അതുപോലെ ഒരു 8-10 തന്തൂരി അടുപ്പ് തന്നെ സെറ്റ് ചെയ്ത് തന്തൂരി ചിക്കൻ ഉണ്ടാക്കുന്നു. അത് 3 ഫ്ലേവറിൽ തന്തൂരി ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് തൂക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു ഐറ്റം ഫിഷാണ്, ബാസ ഫിഷാണ് ലൈവ് തവയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സംഗതി ഒരു 6 തവയിൽ അതും ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതെല്ലാം കുക്ക് ചെയ്യണ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ അപ്പുറം നിന്ന് കുറച്ച് ചേട്ടന്മാർ റുമാലി ഉണ്ടാക്കുന്നുണ്ട്. റുമാലി റൊട്ടി ഉണ്ടാക്കാനായിട്ട് ഈ ആകാശത്തേക്ക് എറിയുന്ന പരിപാടി അതൊരു പ്രത്യേക കഴിവ് തന്നെയാണ് കേട്ടോ. അത് എല്ലാവർക്കും ഒന്നും കിട്ടില്ല. സംഗതി ഇത്തിരി പാടാ പഠിച്ചെടുക്കാനായിട്ട്. പിന്നെ അപ്പം ലൈവായിട്ടൊരു 3 ചേട്ടന്മാർ നിരന്ന് നിന്ന് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ കൗണ്ടേഴ്സ് എല്ലാം നല്ല വുഡിൻ്റെ കൗണ്ടേഴ്സും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൗണ്ടേഴ്സൊക്കെയാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല പ്രീമിയം കൗണ്ടേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സംഗതി ഇതൊരു ഹാള്, ഇതിൻ്റെ അപ്പുറം വേറെ 3 ഹാളിലായിട്ടാണ് മൊത്തം പരിപാടി ഫുഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റിസപ്ഷൻ വേറൊരു ഹാളിലും. അങ്ങനെ സംഗതി നല്ല അടിപൊളിയായിട്ട് കളറായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കണു. പോരാത്തതിന് ഒരു തട്ടുകടയുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പേരപ്പാടൻസ് ഫുഡ് കോർട്ട് കാറ്റേഴ്സ് കേട്ടോ. ചാലക്കുടിയാണ് അവരുടെ ബേസ്. അവർ എല്ലാ ജില്ലയിലും തന്നെ വർക്ക് ചെയ്യുന്നവരാണ്. എന്നുവെച്ചാൽ സ്റ്റേറ്റിന് പുറത്തും ചെയ്യുന്നുണ്ട്. 150 സർവീസ് ബോയ്സ് ആണ് ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നത്. അവരെ ലീഡ് ചെയ്യാനായിട്ട് 20 സർവീസ് ക്യാപ്റ്റന്മാരും 8 ലേഡീസും. 3 ഹാളിലായിട്ട് പരിപാടി നടക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതിൻ്റെ ഓണറും അതുപോലെ മെയിൻ സർവീസ് ക്യാപ്റ്റന്മാരൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിസാര പരിപാടിയൊന്നുമില്ല കേട്ടോ. ഒരു 6000 പേരെ ഫംഗ്ഷൻ നല്ല ഭംഗിയായിട്ട് നടത്തുന്നല്ലേ. അപ്പോൾ നമ്മുടെ ഈ റഷ്യൻ സുന്ദരിമാരുടെ കൂടെ ഒന്ന് കുറേ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ചെറുക്കനും മണ്ണും വന്നിട്ടുണ്ട്. ഒരു പോഷയിലാണ് വന്നിരിക്കുന്നത്. അവർ ഹാളിലേക്ക് നടക്കുവാണ്. ഹാളിലേക്കുള്ള ഒരു കോറിഡോർ നല്ല ഭംഗിയായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളി ഗ്രാൻഡ് വെഡിങ്ങിനുള്ള എല്ലാ സെറ്റപ്പും അവിടെ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ റിസപ്ഷൻ നടക്കുന്ന ഹാള്. അവിടെ ജനസാഗരമാണ്, ആളുകൾ നിറഞ്ഞു കയറിയിരിക്കുവാണ്. ഇവിടെ ഒരു റിസപ്ഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ഫംഗ്ഷനൊക്കെ ഫുഡ് ബാക്കി കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേറെ 3 ഹാളിലായിട്ടാണ്. ചെറുക്കനെയും പെണ്ണിനെയും എൻട്രി ടൈമിൽ ഫ്രണ്ടിൽ നിന്ന് ലീഡ് ചെയ്യാനായിട്ട് കുറച്ച് ഡാൻസേഴ്സ് ഉണ്ട്. അത് കൂടാണ്ട് പുറകിൽ നമ്മുടെ റഷ്യൻ സുന്ദരിമാരും ചെറുക്കൻ്റെയും പെണ്ണിൻ്റെ കൂടെ തന്നെയുണ്ട്. സംഗതി നല്ല കളർ പരിപാടിയായിരുന്നു കേട്ടോ. കാരണം അത്രയും ഗ്രാൻഡായിട്ട് നടന്നൊരു വെഡ്ഡിങ് ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അവരിതേ സ്റ്റേജിലേക്ക് കയറാൻ പോവാണ്. സ്റ്റേജൊക്കെ നല്ല ഹെവി സ്റ്റേജാണ്. ഇത്രയും വലിയൊരു ഫംഗ്ഷൻ ആകുമ്പോൾ ഇത് കൈകാര്യം ചെയ്യാനായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ വേണം. ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടി വിയിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന രഞ്ജിനി ഹരിദാസ് സാറിനെ എത്തിയിരിക്കുന്നത് കേട്ടോ. wedding sequence ആണ് ഇപ്പോൾ ഞാൻ കണ്ടത്. And I think you guys will be feeling so happy. So can we have a loud round of applause for both the families? നല്ലൊരു കാര്യം കൊടുക്കാം. വിഷ്ണു and അമ്മയുടെ amazing ആയിട്ടുള്ള ഒരു wedding reception. We have some Dhamaka performers. ഒരു ഇൻട്രൊഡക്ഷനും ഇവർക്ക് നൽകേണ്ട ഒരു ആവശ്യമില്ല. ബിക്കോസ് ഇവരെല്ലാവരെയും നിങ്ങൾക്ക് സ്മോൾ സ്ക്രീൻ, ബിഗ് സ്ക്രീൻ, TV,
തിയേറ്റർ, യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഇതെല്ലാം കണ്ട് നിങ്ങളുടെ തന്നെ കുടുംബം പോലെ നിങ്ങൾക്ക് ഇവർ ഓരോരുത്തരെ അറിയാം. സോ നമുക്ക് വേണ്ടി ഇന്ന് അമ്മു ആൻഡ് വിഷ്ണുവിന്റെ ഈ ഒരു ആഘോഷം അതിനെ മാറ്റിക്കൂട്ടാൻ we've got none other than the absolutely energetic and bubbly Rimi Tommy. നല്ലൊരു കൈ കൊടുക്കാം. Rimi is in the house. And അതുപോലെ തന്നെ നിരവധി അവാർഡ്സ് അദ്ദേഹത്തിന്റെ ശബ്ദത്തിനും ഗാനത്തിനും വേണ്ടി നേടിയെടുത്ത എക്സ്ട്രീംലി പോപ്പുലർ പ്ലേബാക്ക് സിംഗർ ആൻഡ് ആക്ടർ ആൻഡ് സോ മെനി അതർ ഫെദേഴ്സ് ഓൺ ഹിസ് ക്യാപ്. നിങ്ങളുടെ കൂടെ ഇവിടെ അടിച്ചു പൊളിക്കാനെത്തുന്നു വിധു പ്രതാപ്. നമ്മൾ അടിച്ചു പൊളിക്കണം, നമ്മൾ ആഘോഷമാക്കണം. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും ഇരിക്കുന്നത്. ഞാനുണ്ട്, ശ്രീനാഥുണ്ട്, ശ്യാമുണ്ട്, കീർത്തനുണ്ട്, വിധു എത്തി, ആൻഡ് ഒരാളും കൂടെ ബാക്കിയുണ്ട്. അവരെ വിളിച്ചാലോ? വിളിച്ചോ? 1 2 3 പിടിച്ചോ. നമ്മളവിടെ അടിച്ചു പൊളിക്കല്ലേ. എനിക്ക് ഇവരുടെ പാട്ട് നിങ്ങളെ മൊത്തം കാണിക്കുന്നുണ്ട്. പക്ഷേ ചിലപ്പോൾ ഫേസ്ബുക്ക് കോപ്പിറൈറ്റ് അടിച്ചു തരും എന്നുള്ള ഒറ്റ പേടിയുണ്ട്. ഞാൻ നേരെ ഫുഡിൻ്റെ പാർട്ടിലേക്ക് പോയി. അതാണല്ലോ നമ്മുടെ മെയിൻ സംഗതി. കൗണ്ടേഴ്സ് എല്ലാം റെഡിയാണ്. അപ്പം ഉണ്ട്, നമ്മൾ ആദ്യം ചെറുപ്പം ഉണ്ടായിരുന്നല്ലോ, ചപ്പാത്തി, റുമാലി റൊട്ടി, അതുപോലെ മട്ടൻ വറുത്തരച്ച കറി, ചിക്കൻ മലബാറി, തവ ഫിഷ്. നമ്മൾ ആദ്യം തവ ചെയ്യുന്നത് കണ്ടല്ലോ, ബാസയാണ്. അതുപോലെ തന്തൂരി ചിക്കൻ 3 ഫ്ലേവറുള്ളത്. പിന്നെ നമ്മുടെ കേരള റൈസ് ഉണ്ട്, അങ്കമാലി മാങ്ങാക്കറി ഉണ്ട്, മീൻ വറ്റിച്ചത്, ബീഫ് തേങ്ങ കൊത്തിട്ട് ഫ്രൈ ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ സ്പെഷ്യൽ തലശ്ശേരി ദം ബിരിയാണി, അതുപോലെ തട്ടുകടയിൽ പിന്നെ ദോശ ഐറ്റംസ് ഉണ്ട്, അതുപോലെ കപ്പയും മീൻകറിയും. അത് പിന്നെ തട്ടുകടയിൽ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. സാമ്പാർ, അത് ദോശക്കുള്ള കേട്ടോ. അതുപോലെ അതിനുള്ള ചമ്മന്തി. അപ്പോൾ അവിടെ ചേട്ടന്മാർ 3 പേര് നിന്നാണ് സംഗതി മസാല ദോശയും ദോശ ഐറ്റംസ് ഒക്കെ ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫംഗ്ഷൻ ആയി കഴിഞ്ഞാൽ അത് മാത്രം പോരല്ലോ, സലാഡ്സും അതുപോലെ കാർവിങ്സും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ സംഗതി. ഇത് മാത്രമല്ല, ടീ, പല ടൈപ്പിലുള്ള ടീ നമ്മളിപ്പോൾ മിക്കവാറും കല്യാണങ്ങൾക്കൊക്കെ കാണുന്നതാണ്. ഒരു 10 ഫ്ലേവറിലുള്ള ടീ, അതുപോലത്തെ ഒരു 3 തന്നെ കൗണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ പല ടൈപ്പ് ഡെസേർട്സ്, അത് ഇഷ്ടം പോലെ നല്ല പ്രീമിയം കൗണ്ടേഴ്സിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 6000 പേര് ഒരു ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കപ്പാസിറ്റി ഉള്ളവരെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അത് നല്ല ഗ്രാൻഡായിട്ട് ഇത്രയധികം വെറൈറ്റി ഐറ്റംസും ഇത്രയും സർവീസ് ബോയ്സിനെ ഒരേ ടൈമിൽ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു പാടാണ്. അപ്പോൾ എന്തായാലും നല്ല ഗ്രാൻഡ് പരിപാടിയായിരുന്നു. സംഗതി അറേഞ്ച് ചെയ്തതോ ചാലക്കുടിയിലുള്ള പേരപ്പാടൻ ഫുഡ് കോർട്ട് കാറ്ററേഴ്സ്. അപ്പോൾ മലബാറിൽ മാത്രമല്ല ഗ്രാൻഡ് വെഡിങ്സ് നടക്കുന്നത്, നമ്മുടെ നാട്ടിലും ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. അതുവരേക്കും ബൈ.